കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണമൊക്കെ ഇവിടെ ഇങ്ങനെ താനായി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ മെയിൻ നമുക്ക് എന്താ സദ്യയാണ്. സദ്യയിലെ ഒരു രാജാവ് എന്ന് തന്നെ പറയാം നമ്മുടെ സാമ്പാർ അല്ലേ. സാമ്പാർ കൊളായാൽ പിന്നെ സദ്യേൻ്റെ കാര്യം പറയാൻ തന്നെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സൂപ്പറായിട്ടുള്ള ഒരു സാമ്പാർ പൊടി തയ്യാറാക്കാം കേട്ടോ. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വേണമെന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം, കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഈ പൊടി കൊണ്ടുള്ള സാമ്പാർ ഉണ്ടല്ലോ സൂപ്പർ സ്മെല്ലാണ്, നല്ല സ്മെല്ലും അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അപ്പോൾ എല്ലാ സ്റ്റെപ്പും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ ഉഴുന്ന്, അതുപോലെ 2 ടീസ്പൂണ് പരിപ്പ്. ഇത് കരിഞ്ജീരകമാണ്, അത് 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ നമ്മുടെ ചെറിയ ജീരകം, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് വേണ്ടത് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന കസ്കസ് ഉണ്ടല്ലോ, അതാണ്. അത് ഇതേപോലെ തന്നെ 2 ടീസ്പൂണ്. പിന്നെ ഇത് നമ്മുടെ വെള്ള കളറുള്ള എള്ളാണ് കേട്ടോ. കറുത്ത എള്ള ഉപയോഗിക്കാം, പക്ഷെ ഒന്നും കൂടി ടേസ്റ്റും അതുപോലെ മണത്തിനൊക്കെ ഈ ഒരു വെള്ള എള്ളാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അത് അതേപോലെ നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എടുത്തിരിക്കുന്നത് കടുകാണ് കേട്ടോ. കടുകും അതേപോലെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻസ് അരിയാണ് കേട്ടോ. അത് മട്ടരിയാണ്. ഇത് 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളരി ഉപയോഗിക്കാം കേട്ടോ. പച്ചരി മാത്രം എടുക്കരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിയിട്ടിക്കാണ്. പിന്നെ 1 പിടി കറിവേപ്പിൻ്റെ ഇല, നമ്മുടെ കൈക്ക് 1 പിടി കറിവേപ്പിൻ്റെ ഇല. നാടൻ കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 പിടി കറിവേപ്പിൻ്റെ ഇല എടുക്കാം. അതേപോലെ തന്നെ 1 പിടി കൈക്ക് 1 പിടി വെളുത്തുള്ളി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും കുറയ്ക്കാൻ പാടില്ല, ഇതൊക്കെ കറക്റ്റ് നമ്മൾ എടുക്കണം, ഇതൊന്നും കുറയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കുറയും. ഇതേപോലെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതേപോലെ 1 പിടി വെളുത്തുള്ളി നിറച്ച് ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ മുളക് പൊടി നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി എടുക്കുന്നതിൻ്റെ 1/4 ഭാഗം മാത്രം മല്ലിപ്പൊടി എടുത്താൽ മതി. മുളക് പൊടീൻ്റെ അത്രയും എടുക്കണ്ട കേട്ടോ മല്ലിപ്പൊടി, അപ്പോൾ ചൊയ കൂടും. അപ്പോൾ ഇതാ ഇത്രയും മുളക് പൊടിയും ഇത്രയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൊടി വേണോ അത്രയും അനുസരിച്ചിട്ട് ഇടുക കേട്ടോ, അളവ് പറയുന്നില്ല. അപ്പോൾ മുളക് പൊടിൻ്റെ എടുക്കുന്നതിൻ്റെ അത്രയും മല്ലിപ്പൊടി വേണ്ട. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ടാവും ഇതിൽ. ഇത് നമ്മുടെ കായാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. പാൽക്കായാണ്, പാൽക്കായ തന്നെ എടുക്കുക കേട്ടോ. പാൽക്കായ നല്ല സ്മെല്ലാണ് നമ്മൾ സാമ്പാറിനൊക്കെ ഇട്ടാൽ. അത് വയറിന് അസുഖത്തിന് മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് നമ്മുടെ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ രസമൊക്കെ വയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ നല്ല മണമാണ് കേട്ടോ ഈ പാൽക്കായത്തിന്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ലെണ്ണ 100 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 100 നല്ലെണ്ണയും വേണ്ട, 50 മതിയാവും. ഇതിന് പകുതി മതിയാവും കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ശരീരത്തിന് നല്ലത് നല്ലെണ്ണയാണല്ലോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഒരിക്കലും കേട്ടോ, വെളിച്ചെണ്ണയിൽ ചെയ്യരുത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് ഇത്രയും എടുത്താലും കുറച്ചധികം പൊടി ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ സാമ്പാർ പൊടി മേടിക്കുന്നതിനേക്കാളും കുറച്ചധികം പൊടി ഉണ്ടാവും, കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം വറക്കാൻ പോകുന്നത്, ചൂടായിട്ട് വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലെണ്ണയിലാണ് ബാക്കി എല്ലാതും ചേർക്കുന്നത്. അപ്പോൾ ഈ അരിയൊക്കെ നമ്മൾ എണ്ണയിലിട്ടാൽ, മൊത്തത്തിൽ എണ്ണയിലിട്ടാൽ അതൊന്നും പൊടിഞ്ഞ് കിട്ടില്ല, അതേപോലെ തന്നെ നന്നായിട്ട് മൂത്തും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അരി ഫസ്റ്റായിട്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഇതങ്ങനെ മൂപ്പിച്ചെടുക്കുക. ഇനി അടുത്തത് ചേർക്കുന്നത് നമ്മുടെ കസ്കസാണ്. കസ്കസും അതേപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ടാൽ ശരിയാവില്ല കേട്ടോ, നന്നായിട്ട് മൂത്ത് കിട്ടില്ല. അപ്പോൾ ഇത് കസ്കസും അരിയും കൂടിയിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് മൂപ്പായി എന്നർത്ഥം. അപ്പോൾ അത് നന്നായിട്ട് കരിയാതെ സിമ്മിലിട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കരിയാതെ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ചിടുക. അപ്പോൾ ഇത് പൊട്ടി വരുന്നുണ്ട്, അപ്പോൾ ഇത് മൂപ്പായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളത് കസ്കസും അരിയും കൂടിയിട്ട് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ അതന്നെ ചെയ്യുക, അതൊരു ടിപ്സാണ്. എണ്ണയിലിട്ടിട്ട് ഇതാക്കിയാൽ നമ്മൾ കസ്കസും അരിയൊന്നും ഇതാവില്ല, മൂത്ത് വരില്ല കേട്ടോ. അപ്പോൾ പൊടിഞ്ഞും കിട്ടില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമ്മുടെ വെളുത്തുള്ളി നേരാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊളിക്കുകയൊന്നും വേണ്ട കേട്ടോ, കീറൊന്നും വേണ്ട. ഇതേപോലെ തൊലി പൊളിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക, മുറിക്കുകയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് അതേപോലെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാനുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്ത് കിട്ടണേ, പെട്ടെന്ന് കോരിയെടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കോരി വയ്ക്കുക. ഇപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ്.
അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെക്കണം കേട്ടോ. വെള്ളത്തോടുക്കനെ ഇടരുത്, ഒന്ന് ഉണങ്ങിയ ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ അതിലോട്ട് തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, ഒന്ന് വറുത്തതിൻ്റെ ഒരു സൗണ്ട്, ആ ഒരു സൗണ്ട് വരുമ്പോൾ മൂത്തുന്ന് അർത്ഥം. അപ്പോൾ അതും നമുക്ക് കോരി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കരിയാതെ തന്നെ എല്ലാതും വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയൊന്ന് വറക്കുമ്പോൾ തീ കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ബാക്കിയൊക്കെ വറുത്തെടുക്കുക. അത് അതേപോലെ വെളുത്തുള്ളിൻ്റെ ഒപ്പം കോരി മാറ്റുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. തീ വളരെ സിമ്മിലിട്ട് വളരെ കുറച്ച് ആക്കുക. എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ബാക്കിയുള്ള നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർക്കുന്നതിൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. വേഗം മൂത്ത് പോകുന്ന സാധനങ്ങൾ ലാസ്റ്റ് ഇടുക, അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരിപ്പും അതേപോലെ തന്നെ ഉഴുന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിടാന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഓരോ തരം മൂപ്പാണല്ലോ. അപ്പോൾ പരിപ്പ് ഉഴുന്നൊക്കെയാണ് നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ കുറച്ച് നേരം മൂക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് ഉഴുന്നൊക്കെ ആദ്യം ഇടണം കേട്ടോ. അപ്പോൾ ഇതൊന്നും കരിയാതെ തന്നെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കരിയാതെ തന്നെ വറക്കാൻ ശ്രദ്ധിക്കണം. കരിഞ്ഞ നമ്മുടെ സാമ്പാർ പൊടിയുടെ ടേസ്റ്റേ മാറിപ്പോട്ടോ. അപ്പോൾ വളരെ തീ കുറച്ച് ഇതാക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ നമ്മൾ ഇട്ടാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ, അതേപോലെ നമ്മുടെ പരിപ്പ് ഉഴുന്നും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കളർ മാറി വരുന്നവരൊന്ന് ചുവന്ന കളറാവുമല്ലോ, അത് മാറി വരുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ, കരിയാൻ പാടില്ല. അപ്പോൾ ഒരു ചുവന്ന കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ജീരകവും കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ജീരകം, കരിഞ്ജീരകം, അതേപോലെ നമ്മൾ എടുത്തു വെച്ച വെള്ള എള്ളുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇവ മൂന്നും പെട്ടെന്ന് മൂത്ത് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇതും അതേപോലെ നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ച പൊടി ഉണ്ടല്ലോ, അതും അതേപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിട്ട എല്ലാ സംഭവങ്ങളും അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം സിമ്മിലിട്ടിട്ട് തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പൊടി വേഗം കരിഞ്ഞു പോകും അല്ലാതെ. അപ്പോൾ തീ വളരെ കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കായവും എല്ലാ സംഭവവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് കളർ മാറി വരുമല്ലോ, പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന പച്ചമണമൊക്കെ മാറി എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയം മാത്രം നമ്മളൊന്ന് നന്നായിട്ട് കൈവിടാതെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൈവിടാതെ മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത്, ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ സാമ്പാർ പൊടീൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്ത് വെച്ച അരിയും അതേപോലെ കസ്കസും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ആ ചൂടോടെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാവരുടെയും ഒന്ന് മിക്സ് ആവും. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ ചൂടോടെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പൊടി ആയിട്ടില്ല, നമ്മളെല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആറിയ ശേഷം ചെറിയ ചൂടിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെറിയ ചൂടിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പൊടിയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ പൊടികളെല്ലാം പൊടിഞ്ഞിട്ടില്ല. ആ വെളുത്തുള്ളീൻ്റെ ആ ഒരു മയം കൊണ്ട് എല്ലാം കൂടി കുഴഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണേ, ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഇട്ടപ്പോൾ കണ്ടില്ല ഒരു കുഴകുഴാന്ന്, പക്ഷെ അത് നമുക്ക് തോന്നും കേട്ടോ, കുറച്ച് നേരം കൊണ്ട് ശരിയാവും. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ പൊടി, സൂപ്പറായിട്ടുള്ള സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ എല്ലാതും നമ്മൾ സെറ്റാക്കിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ പാക്കറ്റിലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നല്ല വിലയും കൊടുക്കണം, പക്ഷേ കുറച്ച് നമ്മൾക്ക് ഉപയോഗിക്കാനും കിട്ടുള്ളൂ. കുറേ ഇട്ടാലാണ് നല്ലൊരു സ്മെല്ല് വരുള്ളൂ, പക്ഷേ ഇത് കുറച്ചിട്ടാൽ തന്നെ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങളുടെ സാമ്പാർ തന്നെ മിന്നിത്തിളങ്ങട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആറിയ ശേഷം ഇതേപോലെ നല്ല ഡപ്പയിലൊക്കെ ഇട്ട് അടച്ചിട്ട് ഉപയോഗിച്ച ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.